ഹായ് ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേരള PSC ഏറ്റവും പുതിയ 32 നോട്ടിഫിക്കേഷൻസ് ആണ് റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ഒരു വീഡിയോ കാണുന്നതാണ്, നിങ്ങൾ PSCയിലേക്ക് പുതുതാണെങ്കിൽ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് കേരള PSCയിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഇനി അതിനുശേഷം അവിടെ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പോസ്റ്റുകൾ കാണിക്കും. ആ പോസ്റ്റിന് നേരെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എല്ലാത്തിനും എന്ത് ചെയ്യുക, നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാനായിട്ട് പോകുന്നത്, ഇവിടെ നമ്മളിങ്ങനെ കയറുമ്പോൾ തന്നെ പ്രൊഫൈലിൽ കയറുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആ ഡോക്യുമെന്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ഏജ് ലിമിറ്റ്, അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ തുടങ്ങിയ ആ ജോലിയുമായി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഇവിടെ ചെക്ക് എലിജിബിലിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ആണെങ്കിൽ അതിൽ അപ്ലൈ നൗ എന്നൊരു പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അത് അപ്ലൈ ചെയ്യുക. അല്ലാത്ത ചില പോസ്റ്റുകൾക്ക് നമ്മുടെ ഇക്വലൻസി, ഇപ്പം നമ്മൾ എക്സാമ്പിൾ നമ്മളൊരു പോസ്റ്റിന് അപ്ലൈ ചെയ്യുവാണെങ്കിൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം എന്ന് പറയും. അപ്പൊ ആ തത്തുല്യം അല്ലെങ്കിൽ ഇക്വലൻസി വെച്ചിട്ട് ഇപ്പൊ നിങ്ങൾ ചിലരൊക്കെ 10th ഒക്കെ വേറെ ഇക്വലൻസി അനുസരിച്ച് എഴുതിയെടുക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് അതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പം ആദ്യമേ തന്നെ ഇത് കൊടുത്തിരിക്കുന്നത് കാറ്റഗറി നമ്പറാണ്. നമുക്കൊന്ന് നോക്കാം. അപ്പം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ, അതായത് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ട ആ ഫീൽഡ് BTech ഒക്കെ പഠിച്ചവർക്കായിരിക്കും അതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി നമുക്ക് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ആണ് അടുത്ത് വരുന്നത്. ഇതിന്റെ എല്ലാം അപ്ലൈ ഡേറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് 5th ഓഗസ്റ്റ് ആണ്. അപ്പൊ അതിനുള്ളിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്തിരിക്കണം. ഓക്കെ, ഇനി നോക്കാം. അടുത്തത് ജിയോളജിക്കൽ അസിസ്റ്റന്റ് ലാൻഡ് യൂസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വരുന്നത്. സ്റ്റേഷൻ ഓഫീസർ ട്രെയിനി, ഇത് ജനറൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിനൊരു വേക്കൻസി ഉള്ളൂ. അവിടെ നിങ്ങൾ ഡിഗ്രിയിൽ കെമിസ്ട്രി ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുള്ളവർക്കായിരിക്കും ഈ ഒരു പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ നമുക്ക് വരുന്നത് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഡെമോൺസ്ട്രേറ്റർ തുടങ്ങിയ ആ ഒരു ലാബിലെ പോസ്റ്റാണ് വരുന്നത്. അപ്പം ഇതിന്റെ കോഴ്സൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. സ്റ്റോർ കീപ്പർ ഓയിൽ പാം ഇന്ത്യയിലേക്കാണ്. കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2, ഇത് നമുക്ക് വിവിധ യൂണിവേഴ്സിറ്റിയിലേക്കാണ് അതിന്റെ കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ബോട്ട്, അതുപോലെ അപ്ഹോൾസ്റ്റർ, ഇത് നമുക്ക് ലാസ്റ്റ് ഡേറ്റ് അത് നമുക്ക് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിലേക്കാണ് കേട്ടോ വരുന്നത്. ഇനി അതുപോലെ അടുത്തത് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിലേക്കും വരുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ള കോഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രൈവറ്റ് സെക്രട്ടറി മാനേജിംഗ് ഡയറക്ടർ, അത് നമ്മുടെ പോൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് പോകുന്നത്. അതിന് എലിജിബിലിറ്റി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്ലൈ ചെയ്യുക. പിന്നെ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് ഇപ്പം നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നതെല്ലാം തന്നെ ആ ലെവലിൽ തന്നെയാണ്. ഇതിപ്പോൾ നമുക്ക് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടത്തുന്ന എക്സാമിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ അസിസ്റ്റന്റ് സർജൻ സ്കെഡ്യൂൾഡ് കാസ്റ്റ് SC/STക്ക് വേണ്ടിയിട്ടുള്ളതാണ് വരുന്നത്. ഇത് നമുക്ക് ഓൾറെഡി കഴിഞ്ഞു കേട്ടോ. ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. 1st ജൂലൈയിലായിരുന്നു ലാസ്റ്റ് ഡേറ്റ്, കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ആഡ് ഓൺ ചെയ്തപ്പോൾ മാറിപ്പോയതാണ്. ഇനി അടുത്തത് അസിസ്റ്റന്റ് ആണ്, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് STക്കാണ് വരുന്നത്. ദെൻ മോർച്ചറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ആണ്. ഇത് നമുക്ക് STക്കാർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. പിന്നീട് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് NC നോട്ടിഫിക്കേഷൻ. NC എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാറ്റഗറി അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി വൈസ് ആയിട്ടായിരിക്കും ഈ പോസ്റ്റുകളൊക്കെ റിലീസ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ വരുന്നത്. ഇതിപ്പോൾ നമുക്ക് ഈഴവ, തീയ, വില്ലവ ഈ ഒരു NCയിലേക്കാണ് വരുന്നത്. സെക്യൂരിറ്റി ഓഫീസർ ആണ്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്, അതും നമുക്ക് സ്കെഡ്യൂൾഡ് കാസ്റ്റുകൾക്കാണ്. മെഡിക്കൽ ഓഫീസർ ഹിന്ദു നടാർ ആണ് വരുന്നത്. പിന്നീട് പോലീസ് കോൺസ്റ്റബിൾ, ഇത് നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് ഉണ്ട്. ദെൻ ഇലക്ട്രീഷ്യൻ, അതുപോലെ സിനി അറ്റസ്റ്റ്. അപ്പോൾ ഇലക്ട്രീഷ്യൻ നമുക്ക് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കും, സിനി ആർട്ടിസ്റ്റ് നമുക്ക് വരുന്നത് ലാറ്റിൻ കത്തോലിക് അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻസ് ആണ്. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് ഈ ഒരു പോസ്റ്റ് വിളിച്ചിരിക്കുന്നത്. ഇനി ഡിസ്ട്രിക്ട് വൈസ് ആയിട്ട് നമുക്കിപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലേക്കുള്ളതാണ്. പ്രീ പ്രൈമറി കാനഡ നോൺ ടീച്ചറിനാണ് ഇപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ദെൻ ഡിസ്ട്രിക്ട് വൈസ് ജനറൽ SR നോട്ടിഫിക്കേഷൻസ് സ്പെഷ്യലി ഫോർ സ്കെഡ്യൂൾഡ് ട്രൈബിന് വന്നിരിക്കുന്നതാണ്. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 ഹെൽത്ത് സർവീസിലേക്ക്. ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് നമ്മൾ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് വരുന്നത് സ്കെഡ്യൂൾഡ് ട്രൈബ് ആണ്.
വേരിയസ് ആണ് വരുന്നത്. ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ആലപ്പുഴയിലേക്കാണ് വരുന്നത്, ഹെൽത്ത് സർവീസിലേക്ക്. അതുപോലെ തന്നെ വേരിയസ് ആണ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നമുക്ക് തൃശ്ശൂരിലേക്കാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ദെൻ പോലീസ് കോൺസ്റ്റബിൾ നമുക്ക് ട്രെയിനി ആർംഡ് പോലീസ് ആണ് വരുന്നത്. ഇത് ക്രിസ്ത്യാനിറ്റി SCC സ്കെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്സ് ഇൻറ്റു ക്രിസ്ത്യാനിറ്റിക്കുള്ളതാണ് വരുന്നത്. പിന്നെ പോലീസ് കോൺസ്റ്റബിൾ വിശ്വകർമ്മ വരുന്നുണ്ട്, ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരാണ്. പിന്നെ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 വരുന്നുണ്ട്, ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ആയുർവേദ, ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ആയുർവേദ. ഇതെല്ലാം ഒന്ന് വരുന്നത് STക്കും മറ്റൊന്ന് ക്രിസ്ത്യാനിറ്റി SCCC സ്കെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്സ് ഇൻറ്റു ക്രിസ്ത്യാനിറ്റി ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരെയും ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഇതിന് അപ്ലൈ ചെയ്യുക. നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് നിങ്ങൾ കേരള PSCയുടെ പ്രൊഫൈലിൽ ഒന്ന് പോവുക, തുളസി പ്രൊഫൈലിൽ രജിസ്റ്റർ ചെയ്യുക. ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ചെക്ക് എലിജിബിലിറ്റി കൊടുക്കുക, ഡോക്യുമെന്റ്സ് വായിച്ച് നോക്കുക. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക. ഈ പറഞ്ഞിരിക്കുന്ന കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, ടൈപ്പിസ്റ്റ്, പോലീസ് ബറ്റാലിയൻ, ഡ്രൈവർ തുടങ്ങിയ പോസ്റ്റിലേക്കുള്ള കോച്ചിങ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്നതാണ്. ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.